കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഫാക്ടറിയിലേക്ക് ലോഡ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ലോഡ് അൾട്രാടെക് ആയിരിക്കും. അൾട്രാടെക്കുമായിട്ട് അടൂർ അമ്പീൽ ഗോഡൗണിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അൾട്രാടെക് അല്ലെങ്കിൽ ശങ്കർ ലോഡ് ഉണ്ടായതുകൊണ്ട് ഓർഡറിനൊരു പഞ്ചമില്ല. നമ്മൾ അവിടെ പോയി ഹാൾട്ട് എടുക്കേണ്ട അവസ്ഥ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ശങ്കർ അൾട്രാടെക് മേടിച്ചതിന് ശേഷം നമുക്ക് ഒന്നല്ലെങ്കിൽ ശങ്കർ അല്ലെങ്കിൽ അൾട്രാടെക് അതിന് ലോഡ് ഇറക്കാൻ പറ്റുന്നുണ്ട്. അതേ ലോഡ് കയറ്റാൻ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരാഴ്ച 2 ട്രിപ്പ് കൂടുതൽ നമ്മൾ എടുക്കുന്നുണ്ട്. 1-2 ട്രിപ്പ് നമ്മൾ ഒരാഴ്ച എടുത്താൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 3 ട്രിപ്പെങ്കിലും എടുക്കണം. 3 ട്രിപ്പെങ്കിലും എടുത്തില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നോക്കില്ല. ഒരു ട്രിപ്പിന് നമുക്ക് നിലവിൽ വരെ 2150 രൂപയുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് 2000 രൂപ കിട്ടും. 2050 രൂപ 2000 രൂപ കിട്ടും. പിന്നെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് ശമ്പളം വ്യത്യാസം വരും. 12 വീലിനാകുമ്പോൾ ഒരു 200 രൂപ കുറവായിരിക്കും ശമ്പളം. പിന്നെ ഇപ്പോൾ അൾട്രാടെക്കിൻ്റെയും ഗോഡൗണുകൾ തുടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് ശങ്കറിൻ്റെ അതേ ലൊക്കേഷൻ ആയിരിക്കില്ല നമുക്ക് അൾട്രാടെക് ലോഡ് കിട്ടുമ്പോൾ. 2 സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റൂട്ടനുസരിച്ച് ശമ്പളം നമുക്ക് കിട്ടുന്നതായിരിക്കും. ലോഡ് കയറ്റുമ്പോൾ നമുക്ക് 1000 രൂപ അഡ്വാൻസും 1000 രൂപയിൽ താഴെ എത്ര വേണേലും മേടിക്കാം. 1000 രൂപയിൽ മുകളിൽ ഒരിക്കലും നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. 1000 രൂപയിൽ താഴെ നമുക്ക് മേടിച്ചതിന് ശേഷം പിന്നെ ബില്ല് വെച്ച് നമ്മുടെ ഹാൾട്ട് ഉണ്ടെങ്കിൽ ഹാൾട്ടിൻ്റെ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം ഒരു ഡേ വെയിറ്റ് ചെയ്ത് 1 ഡേ അവർ കണക്ക് നോക്കാൻ വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസമായിരിക്കും നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് കിട്ടുന്നത്. അത് നമുക്ക് വളരെ ഒരുപാട് താമസം ലേറ്റാവാതെ തന്നെ നമുക്ക് 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വീഴാറുണ്ട്. അല്ലെങ്കിൽ നമ്മളതെന്താ വീഴാത്തതെന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അവർ പറയുന്നതായിരിക്കും. അത് ഉടനെ തന്നെ നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ അന്നത്തെ ആ ട്രിപ്പിൽ ഷോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഷോട്ടിൻ്റെ പൈസ കിട്ടിയതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്ക് കിട്ടും. പിന്നെ വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ ഉണ്ടായതുകൊണ്ട് ബ്ലോക്കോ കാര്യങ്ങളോ ചെറിയ 5 ലിറ്ററിൻ്റെ ഷോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. അതിനൊക്കെ ശമ്പളം കറക്റ്റ് ചെയ്യും. ഒരുപാട് 5 ലിറ്ററിൽ കൂടുതൽ ഷോട്ടൊക്കെ വരുമ്പോഴും ഈ പറയുന്ന വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ട് ഷോട്ട് വരുവാണെങ്കിലൊക്കെയാണ് പൈസ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അതിൻ്റെ പ്രൂഫ് നമ്മുടെ കൈവശമുള്ളത് പോലെയൊക്കെ. പിന്നെ എന്താ പറയുക, നമ്മളങ്ങനെ ലോഡ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഒരാഴ്ച 3 ട്രിപ്പിൽ കൂടുതൽ നമ്മൾ എടുക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ഒരാഴ്ച എല്ലാ ആഴ്ചയും ഒരേപോലെ ഇരിക്കത്തില്ല. ഒരാഴ്ച നമ്മൾ മാറി നിൽക്കും. ഒരാഴ്ച 3 ട്രിപ്പ് എടുത്ത് ഒരാഴ്ച 4 ട്രിപ്പ് എടുക്കും, 5 ട്രിപ്പ് എടുക്കും. അതൊക്കെ നമ്മൾ ഓടി നിൽക്കുന്ന പോലെ ഉറക്കം ഉളയ്ക്കുന്ന പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഉറങ്ങി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തും താമസിച്ചൊക്കെ ലോഡ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ ദിവസം നമുക്ക് പിന്നോട്ട് പോകും. ഓരോ ദിവസം നമുക്ക് വേസ്റ്റ് ആവും. അപ്പം അതെല്ലാം നോക്കി നമ്മൾ ലോഡെടുത്ത് ഓടി നിന്ന ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഓട്ടോ കൊണ്ട് നല്ല പൈസ നമുക്ക് കിട്ടും. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ പോത്തിൻ്റെ ബഹളമാണ്. ഭയങ്കര കാറ്റാണ് വീശുന്നത്. നമ്മുടെ ട്രേയൊക്കെ തെറിച്ച് പോകുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത്രയും കാറ്റാണ്. ഇതാണ് സ്വർണ്ണയ്ക്ക് മുമ്പായിട്ടുള്ളൊരു ജംഗ്ഷനാണത്. ഇവിടുന്ന് റൈറ്റാണ് പോകുന്നത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ലെഫ്റ്റിൽ കാണുന്നത്. ഇവിടൊരു വലിയ കട്ടിങ്ങാണ്. അത് നമ്മളൊന്ന് ചവിട്ടി നിർത്തി വണ്ടി വർക്ക് എടുക്കുന്നത്. ഒരു ചെറിയ ഗണപതി അമ്പലമൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൊക്കെ. പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ട് തന്നെയാണ്. അവിടെ എല്ലാ വൃക്ഷങ്ങളും തെങ്ങും ചെടികളും. നമ്മൾ നേരെ ഫാക്ടറിയിലെത്തി ലോഡ് കയറ്റി വെളിയിലിറങ്ങി ടാർപ്പേക്ക് ഇട്ട് കയറൊക്കെ ഇട്ട് ഇതാണ് നമ്മളിവിടുത്തെ ലോഡിങ് കയറിയിട്ടാണ്. കാരണം ഈ ഫോട്ടോ വന്നപ്പോൾ മേളിൽ നിന്നാണ് അങ്ങനെ ജീത്ത് 2000-3000 പേര് പാക്കുற വീഡിയോ യൂട്യൂബ് പറ്റിച്ചു വിടുന്നു. അതുകൊണ്ട് അണ്ണൻ്റെ അടുത്ത് ഇടപഴകുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. അന്ന് കൈയൊക്കെ തൊഴിയും. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അണ്ണൻ നമ്മൾ പണിയും തരും. ആള് വില്ലനാണ്. നമ്മളിതാണ് നമ്മുടെ ഫാക്ടറി. നമ്മൾ ലോഡും കയറ്റി നേരെ ഗോഡൗണിലെത്തി. ഇതാണ് അടൂർ അമ്പീൽ ഗോഡൗൺ.
ഇവിടുത്തെ ഷെഡിലേക്ക് നമ്മൾ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാർപ്പൊക്കെ അയച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡോർ തുറന്ന് കൊടുത്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഇറങ്ങുന്നത്. അമ്പീലിൻ്റെ ചെറിയ വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതാണ് അവരുടെ ഗോഡൗണും ഇവിടുത്തെ ഗ്രൗണ്ടും. അങ്ങനെ നമ്മളിവിടെ തലേ ദിവസം 5 മണിക്ക് എത്തി. അന്നത്തെ ദിവസം ലോഡ് ഇറങ്ങത്തില്ല. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വണ്ടി പിടിച്ചത്, ഷെഡിനകത്ത് പിടിച്ചിട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോഡ് ഇന്നത്തേക്ക് വൈകിട്ടത്തേക്ക് ഇറക്കി വിടും. ഇവിടെ ഓരോ ദിവസം ഓരോ യൂണിയനാണ്. CA2ൻ്റെ യൂണിയനാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ലോഡിങ്ങാരെല്ലാം നാളെ വരുമ്പോൾ, നാളത്തെ ലോഡിങ്ങാരെല്ലാം മറ്റന്നാൾ വരുമ്പോൾ, അങ്ങനെ മാറി മാറി ഒന്നിടവിട്ടാണ് അവർക്ക് ഡ്യൂട്ടി. നമ്മളവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മുടെ അൾട്രാടെക് ലോഡ് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി റിട്ടേൺ പോകുന്നതായിരിക്കും തിരുനെൽവേലിക്ക്. അടുത്തത് ചിലപ്പം ശങ്കറാവാനാണ് സാധ്യത. നമ്മളും അങ്ങനെ ഒന്നിടവിട്ട് മാറി മാറിയാണ് എടുക്കുന്നത്. ശങ്കർ എടുത്ത ഒരു ട്രിപ്പ് ശങ്കർ എടുക്കുമ്പോൾ ഒരു ട്രിപ്പ് അൾട്ര എടുക്കും. ഏത് ലോഡാണോ പെട്ടെന്ന് ഇറങ്ങാൻ സാധ്യതയുള്ളത് അത് നോക്കി ഞാൻ ചോദിച്ച് എങ്ങനെയും മേടിക്കാൻ ശ്രമിക്കുകയും. പിന്നെ ചില സാഹചര്യം കൊണ്ട് പെട്ടുപോകാറുണ്ട്. 2 ദിവസം എടുക്കാറുണ്ട്. മഴയായതുകൊണ്ട് ഓർഡർ ഇല്ലാത്തത് കൊണ്ടൊക്കെ ലോഡ് ഇറങ്ങാൻ വെയിറ്റ് ആവാറുണ്ട്. അപ്പോൾ അവർ ഏകദേശം നമ്മുടെ അൾട്രാടെക് സിമെൻറ്റ് ഇറക്കി തീർക്കാറായി. ഒരു സൈഡ് തീർത്ത് നമ്മൾ വണ്ടി ഇറക്കി തിരിച്ചിട്ട് കൊടുത്ത്, റൈറ്റ് സൈഡിൽ നമ്മൾ ഡോറെല്ലാം തുറന്നു കൊടുത്ത് ഏകദേശം എല്ലാം കഴിയാറായി. മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. പിന്നെയും ചെറിയ തോർച്ച ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലോഡ് ഇറങ്ങിയ ശേഷം നേരെ തിരുനെൽവേലിയിലേക്ക് പോകണം.